ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നത്. എൻ്റെ പേര് പ്രകാശ് എന്നാണ്. എൻ്റെ വൈഫ് മലപ്പുറത്ത് ഇസ്ലാമിക സ്കൂളിൽ ഏറ്റവും കുട്ടികൾ പഠിക്കുന്ന അവിടെ ടീച്ചറും എൻ്റെ മോള് അവിടെ സ്റ്റുഡൻറ്റുമാണ്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ തട്ടം പ്രശ്നത്തിൽ ഭയങ്കരമായിട്ട് വന്ന സമയത്തൊക്കെ സംസാരിച്ചിരുന്നു. എൻ്റെ മോൾ അവിടെ പൊട്ടിട്ടിട്ടാൻ പോകുന്നത്. അവിടെ ഒരു ആളും പൊട്ടിട്ടിട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല, തട്ടമിടണം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ സ്കൂളിനും ഓരോ കൾച്ചർ ഉണ്ടാവും. നമ്മളെ പെരിന്തൽമണ്ണ ഒരു സ്കൂളിൽ എൻ്റെ വൈഫൊക്കെ പറഞ്ഞു തന്ന കാര്യമാണ്. സ്കൂളിൽ വരുന്ന ഗേറ്റിൻ്റെ അതുവരെ തട്ടിട്ട് വരും, അതിന് ശേഷം തട്ടം മാറ്റി ബാഗിലിട്ടിട്ട് സ്കൂളിൽ പോയെന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായി. ആ സ്കൂളിൻ്റെ റൂൾ അതായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ അത് ബാധ്യസ്ഥരാവാൻ അവർ തയ്യാറാണ്. ഇപ്പോൾ ഞാൻ നടത്തുന്നൊരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ തന്നെ കുട്ടികൾ, ഒരു ഷോറൂമിൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് അവരെ യൂണിഫോമിറ്റി പറഞ്ഞ പാൻറ്റ്, ഷർട്ട് ഇതൊക്കെ ഇട്ട് വരണം. ആ കുട്ടികൾ ബസ്സിൽ വരുമ്പോൾ പോലെ ഇത് ധരിച്ചിട്ട് ഇതൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അവർ അവിടെ എത്തിയാൽ ഡ്യൂട്ടിക്ക് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവില്ല. ബസ്സിൽ പോകുമ്പോഴും അങ്ങനത്തെ പാൻറ്റൊക്കെ ഇട്ട് പോകുന്ന എല്ലാവർക്കും ആ കൾച്ചറൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം, ആ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതിലെ ഒന്ന് തിരിച്ചു ചോദിക്കുകയാണ്. താങ്കളുടെ മകൾ പൊട്ടു തൊട്ടാണ് പോകുന്നത്, അതുകൊണ്ടൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ സ്കൂളെങ്ങാനും ഇനി മുതൽ പൊട്ടു തൊട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായി താങ്കൾക്ക് തോന്നും? ഒരുപക്ഷെ താങ്കൾ അങ്ങനെ തന്നെ അതവിടെ നിയമമാണ് എന്നുള്ളത് കൊണ്ട് അനുസരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുമായിരിക്കാം. പക്ഷെ അതൊരു ശരിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പൊട്ടു തൊട്ട് വരാൻ പാടില്ല എന്നൊരു നിയമം ഇറക്കിയാൽ അത് ശരിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പൊട്ട് തൊട്ട് വരാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പൊട്ട് തൊട്ട് പോകാതിരിക്കാം. അല്ല, പോകാതിരിക്കാം. പക്ഷെ അത് എൻ്റെ ഇതിനനുസരിച്ച് പക്ഷെ അത് ശരിയായി തോന്നുന്നുണ്ടോ? ശരിയായി തോന്നുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ ജീവിക്കുന്നത് മനുഷ്യനായിട്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിലൊരു മതം അധികമായിട്ടുള്ള ആളുകളുണ്ടാവും, ഇല്ലാത്ത ആളുകളുണ്ടാവും. മാക്സിമം ആളുകൾ മനുഷ്യനായിട്ട് ജീവിക്കുക, ഇതുപോലുള്ള ഒരു സ്റ്റേജുകളും ഒന്നും വേണ്ട. അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മിനിറ്റ്, സ്റ്റേജ് കെട്ടുന്നതൊക്കെ എല്ലാവരും പല ആശയങ്ങൾ പറയാൻ കെട്ടും, അതെന്തായാലും ഇനിയും നടക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു പൊട്ടു തൊടാതെ വരരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോകേണ്ടി വരും, പക്ഷെ അത് നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. റൈറ്റ്. എന്തുകൊണ്ട് എന്നുള്ളത്, താങ്കൾ അവിടെ മനുഷ്യരാവുക എന്നുള്ളത് വളരെ ആർക്കും എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അതുകൊണ്ടായില്ല. എന്തുകൊണ്ട് പൊട്ടു തൊട്ട് സ്കൂളിൽ വരരുത് എന്ന് പറയുന്നത് പ്രശ്നമാണ്? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അത് താങ്കൾ ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ പറഞ്ഞേ? പൊട്ടു തൊട്ട് വരരുത് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ആ സ്കൂളിന് നമ്മൾ ചേരാൻ ചെല്ലുമ്പോൾ അവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ആയിക്കോട്ടെ. ഹിന്ദു കുട്ടികൾക്ക് വരാവുന്ന ഡ്രസ്സും അവരൊക്കെ ഉപയോഗിക്കാവുന്ന സംഭവങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അത് എല്ലാ സ്കൂളിലും ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു മിനിറ്റ് സാറേ, ഇപ്പോൾ നമ്മൾ ജൂണിൽ സ്കൂൾ തുടങ്ങിയിട്ട് ഒക്ടോബറായി. ഇപ്പൊ ഈ വിഷയം വരുന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ട് ഇത്രയും കാലമില്ലാത്ത വിഷയം ഇപ്പോൾ ഉണ്ടായി? അതിന്റെ മറുപടി സാർ ഒന്ന് പറഞ്ഞു. അത് പറയാം. അവിടെയാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അതിലേക്ക് തന്നെ വരാമായിരുന്നു. എന്തുകൊണ്ട് പൊട്ടു തൊടരുത് എന്ന് പറഞ്ഞൊരു നിയമം ഇറക്കിയാൽ, അത് ആദ്യം തന്നെ ബൈലോയിൽ എഴുതിയാലും പിന്നെ ഇറക്കിയാലും എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു നിയമം ഇറക്കിയാൽ അത് പ്രശ്നമാണ് എന്ന് താങ്കൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെയാണ് താങ്കൾ അത് വിശദീകരിക്കുന്നില്ല. വെറും മനുഷ്യരാവുക എന്നൊക്കെ പറഞ്ഞ് വളരെ ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായില്ല. നമ്മൾ പറയുന്നു ഇവിടെ പൊട്ടു തൊടുന്ന ആളുകളുണ്ട്, കുരിശ് ധരിച്ച്. ഞാൻ പറട്ടെ, താങ്കൾ പറഞ്ഞല്ലോ, ഇനി ഞാൻ ഒരുപാട് സമയം കേട്ട് നിൽക്കാം. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, പൊട്ടു തൊടുന്നവർ ഇവിടെ സമൂഹത്തിലുണ്ട്, കുരിശ് ധരിക്കുന്നവർ ഇവിടെ സമൂഹത്തിലുണ്ട്, തട്ടം ധരിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു നല്ല സൊസൈറ്റിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് നല്ലത്. ഇനി നിയമം ഇറക്കിയാൽ അത് പിന്നെ അത് അനുസരിക്കേണ്ടി വരില്ല എന്നുള്ളതൊക്കെ ഓക്കെ. നമ്മൾ പറയേണ്ടത് ഏതൊരു ബൈലോ ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും എല്ലാവരെയും മിനിമലി എങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് വേണ്ടത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു പിന്നെ പൊട്ടു തൊടാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇനി നാളെ അത് പറ്റൂല എന്ന് പറഞ്ഞാൽ, ഇനി അതല്ല
അടുത്ത കൊല്ലം വേറൊരു സ്കൂളിലേക്ക് ചേർത്തുമ്പോൾ അവിടെ ഇതാ നിങ്ങളൊരു ഹിന്ദു ആണല്ലേ, നിങ്ങൾക്ക് പൊട്ടു തൊട്ട് ഇവിടെ വരാൻ പാടില്ല എന്നൊരു ബൈലോ ഉള്ള ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ആ ബൈലോ ആണ് പ്രശ്നം. ആ ബൈലോ താങ്കളുടെ മകളുടെ പൊട്ടുതൊടലല്ല പ്രശ്നം. ഏതുപോലെ തട്ടമിടലല്ല പ്രശ്നം, തട്ടമിടരുത് എന്ന് പറയുന്ന ബൈലോ ആണ് പ്രശ്നം. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം കൊച്ചിയിലുള്ള സംഭവത്തിൽ ആ ബൈലോയിൽ അങ്ങനെ തട്ടമിടരുത് എന്നൊന്നുമില്ല. പിന്നെ അവിടെ ചേർന്നതിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ തട്ടമിടാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു അസഹിഷ്ണുതയുള്ള ബൈലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന്. ആ ഒരു മിനിറ്റ് മാസമായി ഞാനതാണ് പറയുന്നത്. അത് പറഞ്ഞാലല്ലേ താങ്കൾക്ക് തിരിച്ചു പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ കയറി പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ചേർന്നതിന് ശേഷമാണ് ബൈലോയിൽ ഇല്ലാതെ അവിടെ അങ്ങനെ ഒരു അലിഖിതമായ നിയമമുണ്ട് എന്ന് അറിയുന്നത്. അതിനുശേഷം 4 മാസത്തോളം ആ കുട്ടി പ്രയാസത്തോടുകൂടി സ്കൂൾ വരേക്കും തട്ടമിട്ട് പോവുകയും ആ സ്കൂളിൻ്റെ ആ ഗേറ്റ് എത്തുമ്പോൾ തട്ടമഴിച്ച് ബാഗിലിട്ടുകൊണ്ടായിരുന്നു, വളരെ പ്രയാസത്തോടു കൂടിയായിരുന്നു ആ കുട്ടി 4 മാസം പോയിരുന്നത്. ആ കുട്ടി ദിവസവും വീട്ടിൽ വന്ന് ആ പ്രയാസം പറയുമായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, എന്തോ ആനുവൽ ഡേയോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ ക്ലാസ് ഒന്നും അല്ലല്ലോ, അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്നെന്തായാലും ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ട് സ്കൂൾ പ്രിമൈസിലേ ഉള്ളൂ, ക്ലാസ്സിലേക്കൊന്നും കയറുന്നില്ല എന്ന് വിചാരിച്ച് ആ കുട്ടി വളരെ നിഷ്കളങ്കമായി അന്ന് സാധാരണ രീതിയിൽ തട്ടമിട്ടുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരക്ക് ഉള്ള മൗലികാവകാശമാണല്ലോ, ആ മൗലികാവകാശമൊക്കെ അവർ സഹിഷ്ണുതയോട് കാണും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടക്കുകയാണ്. സ്കൂളിലേക്ക് കടന്നതിന് ശേഷം ശ്രദ്ധിക്കണേ, സ്കൂളിലേക്ക് കടന്നതിന് ശേഷം ഒരു കുട്ടിയോട്, ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനോട് ഒരിക്കലും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ടീച്ചർ ആ കുട്ടിയെ ചീത്ത പറയാൻ, അതിൽ കുട്ടിക്ക് അങ്ങേയറ്റം വിഷമുണ്ടാവാൻ, വീട്ടിൽ വന്ന് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ആ പൊട്ടിക്കരയുന്ന കുട്ടിയെ കണ്ടുകൊണ്ടാണ് രക്ഷിതാവ് എന്ത് ചെയ്യുന്നത്, ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ വിഷയത്തിൻ്റെ മെറിറ്റിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത്, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പൊട്ടു തൊടരുത് എന്ന് പറയുന്ന ഒരു ബൈലോ ഉണ്ടെങ്കിൽ ആ ബൈലോ പ്രശ്നമാണ്. തട്ടമിടരുത് എന്ന് പറയുന്ന ഒരു ബൈലോ ഉണ്ടെങ്കിൽ ആ ബൈലോ പ്രശ്നമാണ്. നമുക്ക് വേണ്ടത് ഈ അസഹിഷ്ണുതയുള്ള മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു തലയിലുള്ള ഒരു 1.5 മീറ്റർ തട്ടമോ അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറിയോ അല്ലെങ്കിൽ ഒരു കുരിശുമാലയോ കാണുമ്പോഴേക്ക് ആകങ്ങട്ട് ഇടങ്ങേറാകുന്ന അസഹിഷ്ണുക്കളാകുന്ന ഒരു അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. അത് തട്ടിടുന്നുണ്ട്, തട്ടിട്ടോട്ടെ, അത് അവരുടെ മതത്തിൻ്റെ ഭാഗമല്ലേ. ചന്ദനക്കുറി തോറുന്നുണ്ട്, തൊട്ടോട്ടെ, അത് അവരുടെ മതത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ഇത്രയും കാലം ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പോയ ആൾക്കാരാണ്. നിങ്ങളുടെ തൊട്ട് അപ്പുറത്ത് ചിലപ്പോൾ ഒരു തട്ടിട്ട കുട്ടി ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവാൻ മതി, മലപ്പുറത്തും കൂടി ആയതുകൊണ്ട് താങ്കൾക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ലല്ലോ. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, പിന്നെ ശ്രീരാജ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ശബരിമലക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച് വന്നത് കണ്ടിട്ടാണ് ഞാൻ ശ്രീരാജിനോട് ചോദിക്കുന്നത് എന്താ അത് സംഭവം എന്ന്. അപ്പോഴാണ് എൻ്റെ കൂടെ ജീവിക്കുന്ന ഹൈന്ദവർ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്ക് ഇങ്ങനെ ശബരിമല പോക്കുണ്ട്, അതുപോലെ തന്നെ വ്രതമുണ്ട്, അതിൻ്റെ സംഭവം എന്താണ് ഞാൻ അറിയുന്നത് ആ കറുത്ത വസ്ത്രം കണ്ടിട്ടാണ്. ആ വസ്ത്രം കണ്ടിട്ട് ഞാൻ പേടിക്കല്ല ചെയ്തത്, എനിക്കെന്തെങ്കിലും ഡിവൈഡ് തോന്നുകയല്ല ചെയ്തത്, എനിക്കത് മറ്റുള്ള ഒരു കൾച്ചറിനെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് സ്കൂളിൽ പൊട്ടുതൊട്ടത് കൊണ്ടോ തട്ടമിട്ടത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ഉൾക്കൊള്ളലിൻ്റെ ഭാഗമാണ്. അത് പറ്റൂല എന്ന് പറയുന്ന ബൈലോ ഉണ്ടെങ്കിൽ ആ ബൈലോ ആണ് പ്രശ്നം, അല്ലാതെ തട്ടിട്ട് പോകുന്നവരോ കുരി തൊടുന്നവരോ കുരിശുമാല ധരിക്കുന്നവരോ അല്ല.